ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ സീഷെൽസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ പാരഗണിലായിരുന്നു പോകാമെന്ന് വിചാരിച്ചത്, പിന്നെ അത് മാറ്റിയിട്ടോ. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. മക്കളും ആശേട്ടനൊക്കെ പോയിട്ടുണ്ട്. പകൽ കാണുന്നതിനേക്കാൾ രാത്രിയാണ് ആ വൈബ് നല്ല രസമല്ലേ. കല്യാണമൊക്കെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇതും രാത്രി ആകുമ്പോഴാണ് ഈ ഇതൊക്കെ ലൈറ്റിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. കാലിയായി കേട്ടോ. വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ റവ ലഡു ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു മുഖ്യ ആകർഷണ കേന്ദ്രമായിരുന്നു വലിയൊരു ഫിഷ് ടാങ്ക് കേട്ടോ. അതിൽ വലിയ വലിയ മീനുകൾ, ഞാൻ ഇത്രയും വലിയ മീനുകളുടെ ഫിഷ് ടാങ്ക് കണ്ടിട്ടില്ല. ഞങ്ങളെ വീട്ടിലൊരു അരോണ ഉണ്ടായിരുന്നു, വലിയൊരു അരോണ. അപ്പോൾ അതിന് ശേഷം ഇതായിരുന്നു കാണുന്നത്. അരോണ ചത്തുപോയിട്ടോ. 3 പ്രാവശ്യം അത് ടാങ്കിൽ നിന്ന് ചാടിയിട്ട്. ഒരു ബുള്ളറ്റ് ടൈപ്പ് ടാങ്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ചേട്ടനൊരു കൊതി തോന്നി, നല്ല ചൂടുള്ള മട്ടൺ സൂപ്പ് കുടിക്കണമെന്ന്. അങ്ങനെ ചേട്ടനും ബജ്ജും കുടിച്ചു കേട്ടോ. ഞാനും ലക്ഷ്മിയും അവരെ കാത്തിരുന്നു. ശരിക്കും ഒരു തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കാനാണ് കേട്ടോ അവരിങ്ങനെ പുറത്ത് ചെയറും ഒക്കെ ഇട്ടിട്ട് നല്ല വൈബായിരുന്നേ. അവരുടെ സൂപ്പ് കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയിട്ടോ. അപ്പോൾ എൻ്റെ വെജിറ്റബിൾ ഐറ്റംസ് എത്താനാണ് കൂടുതൽ സമയം പിടിക്കാറ്. അതുകൊണ്ട് വേഗം ഞാൻ എൻ്റെ 2 ചപ്പാത്തിയും മഞ്ചൂരിയനും ഓർഡർ കൊടുത്തു കേട്ടോ. അവരൊക്കെ എന്തെല്ലാമോ ഓർഡർ ചെയ്തു. മോക്ക് ഷവായ മതി, ചേട്ടന് ബീഫ് വേണം, മോന് പ്രോൺസ് വേണം, പിന്നെ അൽഫാം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ ഡിഷുകൾ ഓരോരുത്തർ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് നല്ല രസമുണ്ടായിരുന്നു. പാഴ്സലി ലീവ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. എന്നോട് രാത്രി 2 ചപ്പാത്തിയെ കഴിക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 2 കൂടുതൽ ഇപ്പോൾ കഴിക്കാറേ ഇല്ല. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഈ ഫിഷ് ടാങ്കിൻ്റെ അടുത്തേക്ക് തന്നെയാണ് എത്തിയത് കേട്ടോ. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫിഷ് ടാങ്ക്. അങ്ങനെ വയറൊക്കെ പൊട്ടാറായി എന്ന് പറഞ്ഞ് ലക്ഷ്മിയൊക്കെ. അവളൊക്കെ കുറച്ചേ ഭക്ഷണം കഴിച്ച് ചുരുങ്ങിപ്പോയിരുന്നു. അപ്പോൾ നല്ല മൂക്കുമുട്ട എല്ലാം തിന്ന് നടക്കാൻ വയ്യേന്നും പറഞ്ഞ് അച്ഛനും മോളും കൂടി മുന്നിൽ നടന്ന് ഞാൻ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പതുക്കെ ചെന്നു കേട്ടോ. അപ്പോൾ എന്നെ കാണാഞ്ഞപ്പോൾ മോനെ ഓടി വരികയെന്ന് ഈ അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.